മെക്കാനിക് ടോക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് DDIS, TCDI, CRDI വാഹനങ്ങളിലെ ഫോർഡ് i20 തുടങ്ങിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന HLA റോക്കറം എന്നൊരു എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതാണ് ആ യൂണിറ്റ്. HLA എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലാഷസ് അഡ്ജസ്റ്റ് റോക്കറാം എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും ഫുൾ ഫോമായിട്ട് വരുന്ന പേര് ഇതാണ്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ HLA റോക്കറാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹെഡാണിത്. ഒരു ഹെഡിലാണ് ഇപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൽ ഒരു ഹെഡിൽ ഈ HLA റോക്കറാം വരിക. അപ്പോൾ നമ്മൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ക്യാം വന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കുറച്ചിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മില്ലിമീറ്ററോ 1.5 മില്ലിമീറ്ററോ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വാൾവ് ഓപ്പൺ ആവുന്നത്. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമുക്കൊരു റോക്കറാം ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് രണ്ട് ആണ് HL ഒരു ബുള്ളറ്റ് പോലെ ഒരു യൂണിറ്റാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ആവാൻ പാടില്ല. അത് അതിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ പോലെ ഒരു ഓയിലിൻ്റെ പ്രഷറിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്ത് ഇതിനൊന്ന് അഴിച്ച ഒരു സെക്ഷൻ ചെയ്തിട്ടുള്ള ഒരു റോക്കറാം നമ്മൾ എടുത്ത് നോക്കുക. എന്നാൽ നമ്മളത് അഴിച്ചെടുത്താണ് ഇതിങ്ങനെ ഒരു പീസ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ നിന്ന് ഊരിയെടുത്താട്ടോ, ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഇതിലുണ്ടാകുന്ന ഒരു സ്പ്രിങ്ങാണിത്. ഇതൊരു സ്പ്രിങ്, ഇതൊരു വാൾവ്. ഇതാണ് ഇപ്പോൾ ഇതിലുള്ള ഈ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഈ 3 ഐറ്റം സാധനം അതിനകത്തുള്ളത്. പിന്നെ അതിന് പുറമെ ഇതിന് മുകളിൽ റിങ്സ് വരുന്നുണ്ട്. നമ്മൾ കാറിൻ്റെ ഹെഡിലൊക്കെ വരുന്ന പോലെ ഒരു റിങ്സാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഓയിൽ പുറത്തേക്ക് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള റിങ്സും വരുന്നുണ്ട്. ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് രണ്ടാമത് ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് ഓയിൽ ഇത് ആദ്യം നമ്മൾ ഇതിങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അഴിച്ചെടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് സ്പ്രിങ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ച ശേഷം ഇതിൽ വെച്ചിട്ട് ഈ വാഹനങ്ങളൊക്കെ റിങ്സ് പ്രസ് ചെയ്യണ പോലെ ഇത് പ്രസ് ചെയ്ത് ഒരുപോലെ ആക്കിയ ശേഷം ഇത് പ്രസ് ചെയ്യുകയും ചെയ്യാം. അതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോകുന്ന ഇതേപോലെ തന്നെ ഒരു യൂണിറ്റായിട്ട് മാറും. ഇതിൽ ഓയിൽ ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതിന് ഈ ഹൈഡ്രോളിക് എഫക്റ്റ് കിട്ടുക. അതായത് ഷോക്ക് ആബ്സർ പോലെ വർക്ക് ചെയ്യുന്നൊരു എഫക്റ്റ് അപ്പോൾ ഇതിനകത്ത് കിട്ടും. പെട്ടെന്ന് അങ്ങോട്ട് പ്രസ്സാവില്ല. നല്ല അടിപൊളി പ്രസ്സാവുമ്പോൾ ഇതിലൂടെ ഓയിൽ തെറിച്ചു പോകും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ സാധനം നമ്മൾ എപ്പോഴാണ് ഞാനൊരു സ്പ്രിങ് കാണിച്ചു തന്നിരുന്നല്ലോ. ഈ സ്പ്രിങ് പൊട്ടിപ്പോകുമ്പോൾ ഇതിൻ്റെ ഈ റിട്ടേൺ വരുന്ന സംവിധാനം അവിടെ നിന്ന് പോകും. അതായത് ഈ തള്ളി സ്റ്റാർട്ടാക്കുന്ന വാഹനങ്ങൾക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കാണുന്നത്. നമ്മൾ ബാറ്ററി ഇല്ലാതൊക്കെ ആകുമ്പോൾ നമ്മൾ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കില്ല. അപ്പോൾ ഈ സാധനം ഡാമേജ് ആകുമ്പോഴാണ് അങ്ങനത്തെ വാഹനങ്ങൾക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടക്ക് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്തരം വാഹനങ്ങളിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഇതിനുള്ളിൽ സ്പ്രിങ് പൊട്ടിപ്പോലാണ് ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ്. ആ ചെറിയ സ്പ്രിങ് നേരത്തെ കാണിച്ചു തന്നിരുന്നു. ആ സ്പ്രിങ് പൊട്ടിപ്പോലാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഞാൻ ഒന്നുകൂടി ആ സ്പ്രിങ് കാണിച്ചു തരാം. ഈ സ്പ്രിങ്ങാണ് പൊട്ടിപ്പോവുക. ഈ ചെറിയൊരു സ്പ്രിങ് വരുന്നുണ്ട്. ഇത് പൊട്ടിപ്പോകുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നങ്ങൾ അധികം വരും. അതായത് തള്ളി സ്റ്റാർട്ടാക്കുന്ന വണ്ടികൾക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത്തരം ഈ CRDIയുടെ ഈ TCDI, DDIS വാഹനങ്ങളൊക്കെ തള്ളി സ്റ്റാർട്ടാകാതിരിക്കുക, ബാറ്ററി ഉപയോഗിച്ചിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു പ്രതിവിധിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ HLA റോക്കറുമായി ഇട്ടുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.